നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. നായിന്റെ മോനെ തന്നെ വിളിക്കും. പിന്നെ വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ. അപ്പൊ ഇനിയിപ്പൊ ഞാൻ നായിന്റെ മോനെ, എടാ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നില്ല. നിനക്ക് ഞാൻ അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കവായ, അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന കൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതടാ. മനസ്സിലായോ? എടാ നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരോടും ആദ്യം തന്നെ സോറി ചോദിക്കുന്നു, രാവിലെ തന്നെ നായിന്റെ മോനെ കേൾപ്പിച്ചതിന്. ഓക്കെ, എന്തിനാണ് രേണു സുധി നായിന്റെ മോനെ വിളിച്ചത്? ആരെയാണ് വിളിച്ചത്? നമുക്ക് എന്തായാലും എൻ്റെ അഭിപ്രായം അതിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. പിന്നെ എല്ലാവരുടെ ഒരു കാര്യം പറയാം, ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആരുടെ ഭാഗം ശരി തെറ്റെന്ന് ക്ലിയർ ആയി കൃത്യമായിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ. നോക്കടാ, അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ. നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. വിവി ഹെയർ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ആ ഒരു ചോദ്യം ചോദിച്ചത് 100% ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് ഒരു അമ്മയോട് മകൻ ഗർഭമുണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ചോദിക്കാൻ എന്ത് കാരണമുണ്ടാവട്ടെ പ്രശ്നമല്ല. ഒരു കാര്യം പറയാം, ഒരു അമ്മയോട് പച്ചക്ക് ചോദിക്കുകയാണ്, അത് വളർത്തമ്മയാവട്ടെ എന്താവട്ടെ, നിങ്ങളെ മകന് ഗർഭമുണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും അടിക്കും പൊന്നു പ്രേക്ഷകരെ. ഇവിടെ രേണു പറയുന്നത് അതുൽ വ്ലോഗ്സ് അങ്ങനെ എഴുതിയത് കൊണ്ടാണെന്നാണ്. ഒരു കാര്യം പറയാം, രേണുവിന് ക്യാൻസർ ബാധിക്കുന്ന ആദ്യ സമയത്ത് രേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കിച്ചു, ഞാനും നീയും അറിയുന്ന ഒരു രഹസ്യം, ആ രഹസ്യം നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യം, അത് ഞാൻ പുറത്ത് പറയുമെന്ന് രേണു ആണ് പറഞ്ഞത്. അതിൻ്റെ താഴെ തുരുതുരാ കമൻ്റാണ് വന്നത്. രേണുവെ, കിച്ചു നിന്നെ ഗർഭമുണ്ടാക്കിയോ എന്ന് രേണുവിൻ്റെ സ്വന്തം കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും. അതിലൊരു കമൻ്റാണ് അതുല് തംബ്നെയിലിൽ എഴുതിയത്. ഓക്കെ, അതിനിങ്ങനെയൊക്കെ പറയണോ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറഞ്ഞ അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണോ? എനിക്ക് ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ് പറയുന്നത്. അതുലിനെ അടിക്കണമെന്നാണ്. ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ അതിലിട്ട ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. എവിടെയെങ്കിലും അതിലെന്തെങ്കിലും പറയുന്നുണ്ട്? ഇല്ല. അതായത് കിച്ചു ഗർഭമുണ്ടാക്കി എന്ന് ഒരിക്കലും അതിൽ പറയുന്നില്ല. ഓക്കെ, കാരണം അന്ന് ആ ഒരു സമയത്ത് ഗർഭത്തെ കുറിച്ചിട്ടാണ് രേണു, അല്ലാതെ നിങ്ങൾ നോക്കൂ, സ്വന്തം മകനെ കുറിച്ചിട്ട് പറയുകയാണ് രേണു സുധി. കിച്ചുവേ, ഞാനും നീയും അറിയുന്ന മഹാരഹസ്യം. അപ്പോൾ അതിന് താഴെ വന്ന ഒരു കമന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് തംബ്നെയിലിൽ എഴുതിയത്. ആ എഴുതിയത് ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അതിൽ എഴുതി, അതിനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണോ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഓക്കെ രേണുവേ, ഒരു കാര്യം പറയാം, നിനക്ക് കിച്ചുവിന് എന്തും വിളിക്കാം, പ്രശ്നമില്ല അല്ലേ? അതായത് ഈ പറയുന്ന അതുല് തംബ്നെയിലിൽ എഴുതുന്നത് കമന്റ് ആണ്. ഇതേ ബഷീർ ഒരു പ്രാവശ്യം അതുലിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു.
അന്ന് അതിലിട്ട തംബ്നെയില് ആദ്യ ഭാര്യ ഷുഹാനയെ ഈ പറയുന്ന ബഷീർ ബഷി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. പക്ഷേ അത് കേസ് കൊടുക്കുമെന്ന് പറയുന്ന സമയത്താണ് ബഷീർ ബഷിക്ക് ഒരു കാര്യം മനസ്സിലായത്, അതില് ഒരു കമന്റിനെയാണ് തംബ്നെയിൽ ഇട്ടത് എന്ന്. അങ്ങനെയൊക്കെ തംബ്നെയിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ വാദിക്കുന്നു, ഇടാൻ പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല. പക്ഷേ അതിൽ തന്നെ ഉണ്ടാക്കുന്നതല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം പ്രേക്ഷകരെ. കമന്റ് വരുന്നതിനെയാണ് തംബ്നെയിലിൽ ഞങ്ങൾ എല്ലാവരും എഴുതുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി. ഇപ്പൊ ഷെഫീന ബീവി കള്ളു കുടിക്കുന്നുണ്ട്, ഷെഫീന ബീവി വേറൊരാളുമായി കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് രേണു പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്, എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുകൊണ്ടെന്ന് പറഞ്ഞ നായ്ക്കെട്ട് കൊടുത്തു. വിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന കൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതേടാ, മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയതാ വീട്ടിൽ നിന്ന്. ഓക്കെ, അത് കഴിഞ്ഞ കാര്യമാണ്. അന്ന് വിവി ഹെയറിനെ എല്ലാ യൂട്യൂബേഴ്സും പഞ്ഞിക്കിട്ടതാണ് എന്തിനങ്ങനെ ചെയ്തു എന്ന്. അതിനെ ഇപ്പോ ഈ ഒരു കിച്ചു റിലേറ്റഡ് ആയിട്ട് എന്തിന് അതിനൊക്കെ കൊണ്ടുവരുന്നു എന്ന് എനിക്കറിയത്തില്ല. വിവി ചോദിച്ചത് ശരിയാണ് രേണുവേ, അതായത് ഒരു അമ്മയോട് ചോദിക്കേണ്ട ചോദ്യമല്ല അവിടെ ചോദിച്ചത്. ഓക്കെ, അതിനെന്ത് കാരണമുണ്ടെങ്കിലും രേണുവേ നിന്നെ വിമർശിക്കുന്നതല്ല, ഒരു കാര്യം പറയാം, ഒരു അമ്മയോട് ആരും ചോദിക്കരുത്. അതിന് എന്ത് കാരണമുണ്ടെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത്. അവിടെ വിവി പറഞ്ഞതാണ് ശരിയായിട്ട് തോന്നുന്നത്. ഇതിലേക്ക് ജാസ്മിൻ ജാഫറിനെ കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് പേഴ്സണലി വിവിയെ അറിയത്തൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലുള്ള ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കോൺടാക്ട് എൻ്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ നമ്പർ ഉണ്ട്, എല്ലാവരോടായിട്ട് നിരന്തരം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വിവിയും ഞാനുമായിട്ട് ഇതുവരെ ഒരു ഇതും ഞാനും വിവിയും എനിക്ക് പേഴ്സണലി അയാൾ അറിയത്തില്ല, ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നാലും ഈ ഒരു വിഷയത്തിൽ വിവിയുടെ ഭാഗമാണ് ശരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. പിന്നെ ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോടി ഷെഫിനോ മറ്റവളെ. നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ കൊച്ചിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. അതായത് രേണു പറയുന്നത് അതില് ഇന്നലെ മിഞ്ഞാന്ന് ഒരു കാർ വാങ്ങിയിട്ടുണ്ട്, ആ കാറിന്റെ പണം മൊത്തം രേണുവിനെ വിറ്റ് ഉണ്ടാക്കിയതെന്നാണ് ഇവിടെ ഈ പറയുന്ന രേണു പറയുന്നത്. രേണുവിനോടൊരു കാര്യം പറയാം, അതില് എല്ലാ ദിവസവും 2-3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം രേണുവിൻ്റെ കണ്ടന്റായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം, അതായത് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാം അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരോട് ഒരു കുഞ്ഞു കാര്യം പറയാം, ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഈസി അല്ല, നല്ല പണിയുണ്ട്, നല്ല സമയം വേണം. അത് ക്രിയേറ്റ് ചെയ്തവർക്കേ അറിയത്തുള്ളൂ, അതുലിനെ അറിയത്തുള്ളൂ. അതുലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പണിയുണ്ട് ഒരു വീഡിയോ. കുറേ പേര് കമന്റ് ഇടും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന്. ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്, അത് നല്ല പണിയുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ രേണുവിനോട് ഒരു കാര്യം പറയാം, നിന്നെ വിറ്റിട്ട് നിന്റെ കണ്ടന്റിൽ മാത്രം ഒരു കാർ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അത് രേണുവിൻ്റെ ചിന്ത മാത്രമാണ്. പക്ഷേ ഇത്തിരി പൈസ ഉണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായി. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട ഇത്രയുള്ള ഒരു മത്തലിച്ച് നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂർ റിസോർട്ട് നീ വന്നത്, നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന്, എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി, എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി.
വല്ലാത്ത കഷ്ടം തന്നെയാണ് രേണുവേ. അതായത് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ ഇറക്കി വിടുന്നത്? ഇവിടെ പറയുന്നത് ഷെഫീന ബീവി രേണു സുധിയുടെ വീടിനടുത്ത് സ്ഥലം മേടിച്ചിട്ട് അവിടെ വീട് വെച്ചിട്ട് ആ വീടൊക്കെ ആയതിനു ശേഷം രേണുവിൻ്റെ വീട്ടിൽ വന്ന് രേണുവിനെ പുറത്താക്കാനുള്ള പദ്ധതി ഷെഫീന ബീവി ഇടുന്നു എന്നാണ്. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? അതായത് നിങ്ങളെ മക്കളുടെ പേരിലാണ് വീടുള്ളത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ പുറത്താക്കുന്നത്? വല്ലാത്ത കഷ്ടം തന്നെയാണ് രേണുവേ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എൻ്റെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നുണ്ട് വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എൻ്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എൻ്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഞങ്ങൾ എന്തിനാണ് രേണുവേ നിന്റെ വീട്ടിലേക്ക് വരുന്നത്? പറയുകയാണ് രേണുവിന്റെ വീട്ടിലേക്ക് പോയാൽ മുട്ടുകാല് തല്ലൊടിക്കൂന്ന്. രേണുവേ, നീ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും, നീ വിളിക്കത്തില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഞങ്ങൾ എന്തായാലും വിളിക്കത്തില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ നീ വേറെ ആരെങ്കിലും വിളിച്ചാലേ നിന്റെ വീട്ടിലേക്ക് ആൾക്കാർ വരത്തുള്ളൂ. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. മനസ്സിലായല്ലോ എന്റെ സ്വഭാവം? ഇപ്പൊ മനസ്സിലായല്ലോ. ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീട് എന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ, എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ. മനസ്സിലായോടി? നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടോടി ഷെഫീന ബീവി, നാണം കെട്ട മറ്റോളെ. ഞാനൊരു കാര്യം പറയാം. അതായത് രേണുവിന്റെ രോഗം ഇപ്പോൾ ഏകദേശം പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു 10-15 ദിവസത്തെ ഇനിയും കീമോ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒരു കാര്യം പറയാം, രേണുവിനിപ്പോ മുമ്പത്തെ പോലെ ആൽബം കിട്ടണം, ഉദ്ഘാടനം കിട്ടണം, ദുബായിലേക്ക് പോകണം, അരിഞ്ഞാടണം. അത് കിട്ടണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രേണു സുധി ചർച്ച ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാണോ രേണു ഇത്രയും ഇതാദ്യമായിട്ടാണ് ഒരു നായിന്റെ മോൻ എന്നൊക്കെ രേണു വിളിക്കുന്നത് ഞാൻ പേഴ്സണലി കേൾക്കുന്നത്. ഓക്കെ, രേണുവിന്റെ ഇഷ്ടമാണ്, പക്ഷേ ഇതൊരു വല്ലാത്ത വിളിയായിപ്പോയി എന്നാണ് എൻ്റെ കണക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. കള്ളി മറ്റവളെ, കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്ന വലിയ നരകശിക്ഷ, നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരുമടി. എടി, എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്ക് ശാപം വെക്കുന്നത് തെറ്റാണ് രേണുവേ. നമ്മൾ എത്ര വലിയ ശത്രുനായാലും ശാപം വെക്കരുത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ചിലപ്പോൾ രേണു എന്നെ വിമർശിക്കും. അതായത് ഈ പറയുന്ന അതുലാണെങ്കിലും വിവി ആണെങ്കിലും ഷെഫീന ബീബി ആണെങ്കിലും രേണുവിനെ വളരെ വളരെ മോശമാക്കിയിട്ട് പറയുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതായത് നായിൻ്റെ മോനെന്നൊക്കെ, നായിൻ്റെ മോളെന്നൊന്നും അവരാരും വിളിച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ടത്, പിന്നെ എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന് ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ? ഈ ഉണ്ട കണ്ണും കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്തിൽ ഇങ്ങനെ പറയാം. വേറെ എടുത്തുണ്ട്, അവളെ ഞാൻ പിന്നെ വെറുതെ വിട്ട്. അവൾക്ക് പത്തിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് ഒരിക്കലും അത് നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്. അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ, നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ, എനിക്കിപ്പം ഈ ചികിത്സയ്ക്ക് എനിക്ക് 2-2.5 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് വരുന്ന ഇന്റർവ്യൂസും എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ടും ഞാൻ ചെയ്യും. നീ അല്ല പൈസ തരുന്നത്. ഞാനിവിടെ കിടക്കി എനിക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് വരുന്നത് ഇവര്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഒരു കാര്യം പറയാം, പിന്നെ എനിക്ക് അറിയത്തില്ല പൊന്നു പ്രേക്ഷകരെ. അതായത് ഒരു ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ല പൈസ 1,50,000 ഒക്കെ കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ആ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൈസ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് അറിയത്തില്ല, ഒരു 10,000 കിട്ടും നിങ്ങൾ വിചാരിക്കും. അത്രയൊന്നും കിട്ടത്തില്ലെന്നാണ്. ആരും കണ്ടിട്ടില്ല. അത് റിയാക്ഷൻ ആയിട്ടാണ് പോയത് വീഡിയോ. അതിന് ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പോകുന്നത്. എനിക്കറിയത്തില്ല, കൂടിപ്പോയാൽ 5,000 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ 50,000 റുപ്യൊക്കെ കൊടുത്തിട്ട് ഇന്റർവ്യൂ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. ഓക്കെ, അത്രയൊന്നും കിട്ടത്തില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയും കൂടി കേൾക്കാം. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ?
അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്, എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുകൊണ്ട് പറഞ്ഞ നായ്ക്കെട്ട് കൊടുത്തു. വിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന കൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുത്. മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയതാ വീട്ടിൽ നിന്ന്. ഓക്കെ, ഈ ഒരു അഭിപ്രായം വിവിൻ്റെത് 2-3 തവണയായി രേണു പറയുന്നത് അത് ജാസ്മിനുമായിട്ട് തീർക്കേണ്ട വിഷയമാണ്. അതിന് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഓക്കെ, വിവി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ. അത് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഞാൻ വലിയ പഠിച്ചിട്ടൊന്നുമില്ല. അന്ന് കുറേ പേര് വിവിയെ പഞ്ഞിക്കിടുന്നത് ആ സമയത്ത് എനിക്ക് പേഴ്സണൽ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് എല്ലാവരും വിവിയെ എതിർത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് യൂട്യൂബ് അപ്പോൾ ഈ വിവി തുടങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്തൊന്ന് കയറിപ്പോരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. മേ ബി അത് അവരുടെ ഇഷ്ടമാണ്, എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. കള്ളത്തരം നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ്. നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്, കേട്ടല്ലോ. കൂടുതൽ എൻ്റെ അടുത്ത് ചൊറിയാൻ വരരുത്, നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്നാടാ ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരെയാടാ വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പിന്നെ വൃത്തികെട്ട, കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീയൊക്കെ ഉണ്ടാക്കി കാശ് കൊണ്ടല്ലാടാ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന്റെ പറയുന്നില്ല, നിന്നോട് തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ നായിന്റെ മോനെ, എടാ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നില്ല. നിനക്ക് ഞാൻ അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് വ്ലോഗ് ഉണ്ടാക്കണ്ട. നീ കാറ് മേടിച്ചില്ല എന്നെ വിറ്റിട്ട്, നാണം കെട്ടവനെ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണോ വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ മറ്റവനെ. രേണുവിനോടൊരു കാര്യം പറയാം, വിമർശിക്കാം. പക്ഷേ ഇത് വല്ലാത്തൊരു വിമർശനമായി പോയി രേണുവേ. നായിന്റെ മോനെന്നൊക്കെ എടുത്തെടുത്ത് വിളിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ അതുല് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ അണക്കറിയത്തില്ല രേണുവേ. രേണു തമ്മിൽ വെച്ച ആ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കണ്ടു. വേറെ അതുലിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് കാണുന്നതാണ്. അതായത് അതുല് നായിന്റെ മോളെ എങ്ങനെയൊന്നും വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപടി മാന്യമായിട്ട് ഒന്ന് റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും രേണുവേ. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. എന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായ അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട ഇത്രയുള്ള ഒരു മത്തലച്ചി. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂര് റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. നിന്നോടൊക്കെ ഞാൻ എരുന്നോടാ? നീയൊക്കെ എന്നെ വിറ്റ് കുറെ കാശുണ്ട്. നാണമുള്ളവനാണെങ്കിൽ നിന്നോട് ഞാൻ ഏറുന്നോ പൈസ? ഏറുന്നോടാ? ഇല്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനോട് വരുന്നില്ലല്ലോ. നിന്നെയൊക്കെ തെറി നായിന്റെ മോനെ നല്ല വിളിക്കേണ്ടത്, വളർത്തിയതിന്റെ ഗുണമാണ്. നിനക്കൊക്കെ എന്തു എന്നെ വിളിക്കാം. മറ്റേ മോളെ, മറിച്ച മോളെ, ശരീരം വിൽക്കുന്നവളെ, മറ്റേ കളിക്കാരി, ഇതൊക്കെയല്ലേ നീ മറ്റേ മോളെ, മറിച്ച മോളെ. ഇപ്പോഴും നീയൊക്കെ എന്നെ ഇങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. വൃത്തികെട്ട പന്ന. അങ്ങനെ തന്നെ നീയൊക്കെ കൊണ്ടാക്കുകൊണ്ട്. ഓക്കെ, എന്തായാലും തുടങ്ങി വെച്ചത് കൊണ്ട് ഇനിയും 2-3 ക്ലിപ്പ് ഉണ്ട്, ഒന്ന് കേൾക്കാം. വൃത്തികെട്ട നാശങ്ങള്. ഇപ്പോഴും അവൻ വളർത്തുമകൻ എന്തുവാ ഗർഭിണിയാക്കിയത് നീ തന്നെ തമ്പിലും കൊടുത്തിട്ട് അതിന് മാത്രം ആർക്കും കുറ്റമില്ല. ഞാനത് കേട്ടതിനും അതിന് ഉത്തരം പറഞ്ഞതിനുമാണ് കുഴപ്പം. എടാ, എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കും അതിനകത്ത്. രേണുസുതി ഇങ്ങനെ നടന്നപ്പം ആൽബം ചെയ്തപ്പോ അതിന് തെറ്റ്. ഞാൻ യൂട്യൂബ് ചാനൽ ക്യാൻസർ വന്നു പോട്ടെ, മനുഷ്യനല്ലേ. ക്യാൻസർ വരാം, ക്ഷയം വരാം, കുഷ്ഠം വരാം. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന്
ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസ്സിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പം ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പം എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത, സ്ഥലം മേടിക്കാത്തതൊക്കെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും, മനസ്സിലായോ? ഓക്കെ രേണുവേ, ബിസിനസ് ചെയ്ത് ജീവിക്കണം, നല്ലത് തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പം എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എൻ്റെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും, എൻ്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എൻ്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ? എനിക്ക് ഇതിനകത്തൂടെ നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ് കിട്ടി എനിക്ക് എല്ലാം ഞാൻ പൂമാല പോലെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എൻ്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ, മാറ്റിപ്പിടിക്കടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ ഇങ്ങനെ പറയുന്നോണ്ട് രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നത് നീയൊക്കെ മറ്റേ അവിടെ പേരിനെ ഷെഫി. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, രേണുവല്ലാതെ വേറെ കണ്ടന്റ് ഇല്ലേ എന്ന്. രേണുവേ, ഞങ്ങളെല്ലാവരും ഒഴിവാക്കി കഴിഞ്ഞാൽ നിന്റെ ബിസിനസ് നിന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല, ഒരു ആൽബത്തിനും നിനക്ക് കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൂരത്തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് എന്തായാലും ചെയ്യണം. നോക്കൂ, നിങ്ങൾ കിച്ചുവിനെ എന്തൊക്കെയോ വിളിച്ച് രേണു ഇടക്കിടക്ക് രംഗത്ത് വരലുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കേട്ട് മിണ്ടാതിരിക്കണമെന്നാണോ രേണുവേ നീ പറയുന്നത്? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോടി ഷെഫിനോ മറ്റോളെ. നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ കൊച്ചിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല, എന്തിൻ്റെ പേരിലാണെങ്കിലും. പിന്നെ നീ അവരെ പിടിച്ചു വെച്ചിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട എനിക്കും. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, രേണു സുതി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എത്ര പേർ ഇതുവരെ കണ്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. എല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.